ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല രുചികരമായിട്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ് കേട്ടോ. ഉള്ളി വയറ്റി സമയം കളയണ്ട, തേങ്ങാപ്പാലെടുത്ത് സമയം കളയണ്ട, എന്നാൽ നല്ല കുറുകിയ ചാറോട് കൂടിയൊരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പത്തിനോടൊത്തോ ചോറിനോടൊത്തോ ദോശയോടൊത്തോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന, ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഈ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരുന്നത് 5 മുട്ടയാണ് കേട്ടോ. മുട്ടയൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് നല്ല പോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഹാർഡ് ബോയിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ മുട്ടയൊക്കെ ഇവിടെ ബോയിൽ ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 15 ചെറിയുള്ളിയും അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള 2 ടൊമാറ്റോയും പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സറിൻ്റെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയുള്ളി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2 മീഡിയം സൈസ് സവോള എടുത്താലും മതിയാവും കേട്ടോ. ഒരു കടായി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം എല്ലാം കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടായിയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് ഒരു 4 ഏലക്ക, ഒരു 5-6 കരയാമ്പൂ, ചെറിയൊരു പീസ് പട്ടയും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വന്നതിന് ശേഷം മാത്രം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെയും ടൊമാറ്റോയുടെ പേസ്റ്റും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളിയുടെയും ടൊമാറ്റോയുടെയും ഒക്കെ പച്ചമണം നല്ലപോലെ മാറി വരുന്നവരേക്കും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഉള്ളിയുടെയും ടൊമാറ്റോയുടെയും ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതോടൊപ്പം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാര്യം നമ്മളിവിടെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ച് കൊടുക്കണം. മസാലയൊന്നും കരിഞ്ഞു പോകരുത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒക്കെ നല്ല പോലെ മാറി വന്നതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയ സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ശരിക്കും ചേർക്കേണ്ടതാണ് കേട്ടോ. ഞാൻ ശരിക്കും മറന്നുപോയി. അപ്പോൾ ഇപ്പോഴാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പോലെ വഴറ്റി പച്ചമണമൊക്കെ മാറി മസാലയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു കിടിലം മണമൊക്കെ ആയിട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ ചേർക്കുന്ന ഗരം മസാല സ്റ്റോർ ബോട്ട് ആണെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കണം കേട്ടോ. പെരിഞ്ജീരക പൊടിയും പിന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള യോഗേർട്ടാണ് കേട്ടോ. നല്ല കട്ടിത്തൈര്, പുളിയൊന്നും ഇല്ലാത്ത നല്ല തിക്ക് യോഗേർട്ടും കൂടെ ചേർത്ത് ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചതിന് ശേഷമാണ് യോഗേർട്ട് ചേർത്ത് കൊടുക്കാൻ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വെള്ളം ചൂട് വെള്ളം കൂടെ ഞാൻ ആ കപ്പിൽ തന്നെ ചേർത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു കിടിലം ഗ്രേവിയാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ചിക്കൻ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ മുട്ട ചേർക്കാം, പനീർ ചേർക്കാം, ഡിഫറെൻറ്റ് കുക്ക്ഡ് വെജിറ്റബിൾസ് ചേർത്തിട്ട് വേണമെങ്കിലും നമുക്ക് ഈ മസാലയിൽ ചേർത്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനൊരു മസാല പേസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണോ കറി ഉണ്ടാക്കാം. എന്നിട്ട് ഇവിടെ മുട്ടയൊക്കെ ഞാൻ ബോയിൽ ചെയ്തതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ പിച്ചി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കിടിലം ടേസ്റ്റി ആയിട്ടൊരു മുട്ടക്കറിയാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നോട് പറയണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പത്തിനോടൊത്തോ ചപ്പാത്തിയോടൊത്തോ ചോറിനോടൊത്തോ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. അപ്പോൾ ഒരുപാട് പുതിയ റെസിപ്പീസ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒരു 4-5 ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ റെസിപ്പീസും ഒന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻസിൽ പറയുക കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് ഓരോ റെസിപ്പീസിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പുതിയ റെസിപ്പിയായിട്ട് തിരിച്ചു വരുന്നവരേക്കും താങ്ക് യു, ബൈ.